ഡിപ്പാർട്ട്മെൻറ്റ് മറൈൻ ഡ്രൈവിലും മറ്റേ ഫോർട്ട് കൊച്ചിയിലൊക്കെ പോയി കഴിഞ്ഞാൽ 5 ഗ്രാം കഞ്ചാവിന് 500 രൂപ നിരക്കിലാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ 1.5 മുതൽ 2 കിലോ കഞ്ചാവ് ഒരു നല്ലൊരു ചെടിയിൽ നിന്ന് കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും 61 ചെടി എന്ന് പറയുന്നത് മോശമല്ല. ഏകദേശം 61 ചെടിയിൽ നിന്ന് ഏകദേശം പൂർണ്ണമായും വളർച്ചയെത്തുകയാണെങ്കിൽ 100 കിലോ കഞ്ചാവ് വരെ ലഭിക്കാൻ സാധ്യതയുണ്ട്. മയക്കുമരുന്നിനെതിരെ തുടങ്ങിയ ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ തണ്ട. പോലീസിലെ ഓപ്പറേഷൻ തൂഫാൻ പോലെ തന്നെ എക്സൈസ് വകുപ്പ് മയക്കുമരുന്ന് മറ്റ് ലഹരി വസ്തുക്കൾക്കെതിരെ തുടങ്ങിയിട്ടുള്ള ഓപ്പറേഷനാണ് ഓപ്പറേഷൻ തണ്ടർ. അത് തുടങ്ങിയതിന് ശേഷം കേരളത്തിലാകമാനം 14 ജില്ലകളിലുമായിട്ട് വളരെ ശക്തമായ എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. അതിൽ ഏകദേശം 24,131 ലഹരിയുമായി ബന്ധപ്പെട്ട കേസുകളാണ് കേരളത്തിലൊട്ടാകെ ഓപ്പറേഷൻ തണ്ടർ വന്നതിന് ശേഷം ഡിപ്പാർട്ട്മെൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകൾ. 1983 കേസുകൾ എന്ന് പറയുന്നത് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടതാണ്. 3444 കേസുകൾ എന്ന് പറയുന്നത് അബ്കാരി കേസുകളുമായിട്ട്, പ്രത്യേകിച്ച് മദ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളാണ്. 15,242 കോട്ട്പ പുകയില ഉൽപ്പന്നങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഹാൻസ്, പാൻ മസാല, പാൻപരാഗ് പോലുള്ള പുകയില ഉൽപ്പന്നങ്ങൾ നിരോധിത ഉൽപ്പന്നങ്ങളാണ്. അത് വ്യാപകമായി കടത്തിക്കൊണ്ടുവന്ന് കോട്ട്പ നിയമപ്രകാരം കണ്ടുപിടിച്ചിട്ടുള്ള 15,242 കേസുകൾ എക്സൈസ് വകുപ്പ് ഈ ഓപ്പറേഷൻ തണ്ടർ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം കേരളത്തിലാകമാനം പിടികൂടിയിട്ടുണ്ട്. ഇതിൽ ഏകദേശം 4,616 പേരെ ഓപ്പറേഷൻ തണ്ടറിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലാകമാനം എക്സൈസ് വകുപ്പ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 268 കിലോ കഞ്ചാവ്, 324 കഞ്ചാവ് ചെടികൾ, 292 ഗ്രാം ഹെറോയിൻ, 846 ഗ്രാം MDMA, 924 ഗ്രാം മെത്താഫിറ്റാമിൻ, 185 ഗ്രാം ഹാഷിഷ് ഓയിൽ, 503 ലിറ്റർ ചാരായം, 9,135 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം, 756 ലിറ്റർ സ്പിരിറ്റ്, 24,925 ലിറ്റർ വാഷ് തുടങ്ങിയവ കണ്ടെടുത്തിട്ടുണ്ട്. കോട്ട്പ കേസുകളിൽ നിന്നായി 30.45 ലക്ഷം രൂപ പിഴ ഈടാക്കുകയും ചെയ്തിട്ടുണ്ട്. സാധാരണ എക്സൈസ് വകുപ്പിന് കോട്ട്പ കേസുകൾ എടുത്തു കഴിഞ്ഞാൽ പിഴ ഈടാക്കാനുള്ള പ്രൊവിഷൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ പിഴ ഈടാക്കി കോമ്പൗണ്ട് ചെയ്തിട്ടുള്ള കേസുകളാണ് കോട്ട്പ പുകയില ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ടത്. അങ്ങനെ 30.45 ലക്ഷം രൂപ ഓപ്പറേഷൻ തണ്ടറിൻ്റെ ഭാഗമായിട്ട് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തി കോമ്പൗണ്ട് ചെയ്ത വകയിൽ സർക്കാരിലേക്ക് മുതൽ കൂട്ടിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ മാസം 2026 ജൂണിൽ മാത്രം ഈ എറണാകുളം ജില്ലയിൽ ലഹരിയുമായി ബന്ധപ്പെട്ട് 972 ലഹരി കേസുകളാണ് ഞങ്ങൾ രജിസ്റ്റർ ചെയ്തത്. അതിൽ 709 കേസുകൾ ഞാൻ നേരത്തെ പറഞ്ഞ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. 164 കേസുകൾ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളാണ്. 121 അബ്കാരി മദ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളാണ്. 44 കിലോ ഹാൻസ്, പാൻ മസാല, പാൻപരാഗ് പോലുള്ള പുകയില ഉൽപ്പന്നങ്ങൾ 144 കിലോ കഴിഞ്ഞ മാസം എറണാകുളം ജില്ലയിലെ എക്സൈസ് വകുപ്പ് മാത്രം കണ്ടെത്തിയിട്ടുണ്ട്. കാരണം ഒരു കഞ്ചാവ് ചെടിയിൽ നിന്ന് ശരാശരി 6 മാസം കൊണ്ട് ഒരു മൂപ്പെത്തിയ വിളവെടുക്കാൻ പ്രായമായ ഒരു ചെടിയിൽ നിന്ന് ഏകദേശം 1.5 മുതൽ 2 കിലോ കഞ്ചാവ് ലഭിക്കാൻ സാധ്യതയില്ല. അപ്പോൾ തീർച്ചയായിട്ടും അത് ഈ കഴിഞ്ഞ മാസം ഞങ്ങൾ 61 ചെടികളാണ് അങ്ങനെ കണ്ടെത്തി കേസാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ എറണാകുളത്തെ നിരക്ക് വെച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ മറൈൻ ഡ്രൈവിലും മറ്റേ ഫോർട്ട് കൊച്ചിയിലൊക്കെ പോയി കഴിഞ്ഞാൽ 5 ഗ്രാം കഞ്ചാവിന് 500 രൂപ നിരക്കിലാണ് റീറ്റെയിലായിട്ട് ഈ ബന്ധുമായി ബന്ധപ്പെട്ട ആൾക്കാർ വാങ്ങുന്നത്. അപ്പോൾ 10 ഗ്രാമിന് 1000 രൂപ, അങ്ങനെയാകുമ്പോൾ ഒരു കിലോന് എറണാകുളം ജില്ലയിൽ കഞ്ചാവിന് 1 ലക്ഷം രൂപ റീറ്റെയിൽ വിലയുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഒരു ചെടി 6 മാസം കൊണ്ട് പൂർണ്ണമായും മൂപ്പത്തി അത് പൂവും കായും ആകുന്നൊരു സ്റ്റേജിലാണ് അതിനെ കഞ്ചാവായിട്ട് ഉപയോഗിക്കാൻ, ഉണക്കാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ 1.5 മുതൽ 2 കിലോ കഞ്ചാവ് ഒരു നല്ലൊരു ചെടിയിൽ നിന്ന് കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും 61 ചെടി എന്ന് പറയുന്നത് മോശമല്ല.